അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ വഫർരിജ് കർബൽ മക്റൂബീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ശ്രേഷ്ഠമായ മറ്റൊരു രാവ് കൂടി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇന്ന് ശഅബാൻ 15-ാം രാവ്. ഇന്നത്തെ രാവിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുന്നതാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് നാമങ്ങളുണ്ട്. ലൈലത്തുൽ ബറാ, ലൈലത്തുൽ ഇജാബ, അതുപോലെ തന്നെ ലൈലത്തുൽ കിസ്മ, ലൈലത്തുൽ ഒഫ്രാൻ വൽ ഇത്ക് മിനൻ നീറാൻ, അങ്ങനെ ഒരുപാട് നാമങ്ങൾ. നമ്മുടെ ദുആഇന് ഉത്തരം നൽകുന്ന രാവാണ്. അതുപോലെ തന്നെ പാപമോചനത്തിന്റെ, നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന രീതിയിൽ സംശുദ്ധമാക്കുന്ന ഒരു രാവാണ് ഇന്നത്തേതിൻ്റെത്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന രാവ് കൂടിയാണ് ഇന്നത്തേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ യത്തലിഉ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ വയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. ഇന്നത്തെ ദിവസം അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് വെളിവാകുന്നതാണ്. എന്നിട്ട് എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു നൽകും. പക്ഷേ അള്ളാഹുവിനെ ആരാധനയിൽ പങ്കുചേർത്തവൻ, അല്ലെങ്കിൽ ശത്രുത, പക, വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ നിലനിർത്തിയവൻ, അവരൊഴികെ എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കുന്ന രാവാണ്, ദിവസമാണ് നമ്മൾ ഇന്ന് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മൾ തയ്യാറാകണം. ശഅബാൻ 15-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാണുന്ന ഈ ഭൂമി ലോകത്തിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഇല സമാഇ ദുനിയ. ഈ നമ്മൾ കാണുന്ന ഈ ഭൗതിക ലോകത്തിന്റെ, ഈ ദുന്യവിയായ ലോകത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യുമെന്നത് കൂടി നബി പറയുന്നു, വയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി അനമിക്കൽ. അള്ളാഹു പുറത്തു കൊടുക്കും. ആ പൊറുക്കലിന്റെ അളവ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കൽബ് എന്ന ഗോത്രക്കാരിലെ ആടുകളുടെ രോമത്തിനേക്കാൾ അധികം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അറബി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഗോത്രമാണ് കൽബ്. അതിലെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ അധികമായി അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതിനാൽ തന്നെ പാപമോചനത്തിന്റെ ദിനമാണ് ഇന്ന്. നമ്മുടെ പാപങ്ങൾ കഴുകി കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ജന്മം, ഒരു പുതിയ ജീവിതത്തിന് ആരംഭം കുറിക്കാൻ ഇതോടുകൂടി നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഹദീസ് സംബന്ധമായി അഹ്മദ് അമ്ര ആഷിം എന്നവർ ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറക്കം അതൊന്നും നമ്മുടെ കൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ശരിക്കും അള്ളാഹുവിന്റെ ഈ ഇറക്കം എന്നതുകൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് അത് ഇങ്ങോട്ട് വർഷിക്കുന്നതാണ്. ഇന്നത്തെ ദിനം മഗ്ഫിറത്തിൻ്റെതാണ്. അള്ളാഹു നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പാപമോചനം, നമ്മുടെ പശ്ചാത്താപങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്ന് അടിമകളുടെ മേൽ അള്ളാഹുവിന്റെ വാത്സല്യം അത് അധികരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനത്തെ, ഇന്നത്തെ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ കാനത് ലൈലത്തുൻ മിൻ നിസ്ഫി ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. നിങ്ങൾ ശഅബാന്റെ 15-ാം രാവിലേക്ക് എത്തിയാൽ, 15-ാം രാവ് നിങ്ങളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ പ്രഭാതത്തിൽ നിങ്ങൾ നോമ്പ് നോക്കണം. അതിന്റെ രാവിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം. അതിനാൽ തന്നെ ഇന്നത്തെ രാവ് നമ്മൾ ആരാധനകൾ കൊണ്ട് നിറസാന്നിധ്യമാകേണ്ടതാണ്, സജീവമാകേണ്ടതാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാം, 5 രാവുകൾ, ഹംസത്തു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ, ദുആ തള്ളപ്പെടാത്ത 5 രാവുകളുണ്ട്. അതിൽ
ഒന്നായി എണ്ണപ്പെടുന്നത് ഷഅബാന്റെ ഈ 15-ാം രാവാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തിയുണ്ട്. അതിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ തയ്യാറാകേണ്ടതാണ്. ഈ ഭൗതിക ലോകത്തിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന അള്ളാഹു പറയുന്നതാണ്, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു. ഇന്ന് ആരെങ്കിലും പൊറുക്കലിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവന് പുറത്തു കൊടുക്കുന്നതാണ്. അലാ മിൻ മുസ്തർസിഖിൻ ഫഅർസുഖുഹു. ആരെങ്കിലും ഉപജീവനം, അവന്റെ റിസ്ക്, അത് മുതലാകട്ടെ വേറെ എന്തുമാകട്ടെ, അത് ഞാൻ അവനിക്ക് നൽകുന്നതാണ്. അലാ മിൻ മുബ്തല ഫഉആഫി. ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ സുഖപ്പെടുത്തുന്നതാണ്. വല്ല രോഗങ്ങൾ കൊണ്ടോ മറ്റു രീതിയിലോ പരീക്ഷണങ്ങൾ കൊണ്ടോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ രാവ് കൊണ്ട് നിങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ പറ്റും. ഈ 3 ആവശ്യങ്ങൾ നിങ്ങളുടെ മനസ്സാന്നിധ്യം കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ഇന്ന് നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിനെ ഉപയോഗപ്പെടുത്തുവാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.